എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ കുറച്ചുനാൾ മുന്നേ എല്ലാ മാധ്യമങ്ങളും എല്ലാ ആളുകളും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ല, ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു അതിന്റെ ഒരു ആക്സിഡന്റും കാര്യങ്ങളെല്ലാം കൊണ്ടിട്ട്. ഇപ്പൊ കഴിഞ്ഞ 26-ാം തീയതി എന്റെ ഫ്രണ്ടിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി നമ്മുടെ എയർ ഇന്ത്യ വഴി. എന്താന്ന് വെച്ചാല് ആള് വർക്ക് ചെയ്യുന്ന UAE-യിലാണ്. അപ്പോ പുള്ളിയുടെ ഒരു കസിൻ സിസ്റ്റർ മരിച്ചപ്പം അത്രയും ക്ലോസ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ ഫ്യൂണറലിൽ പങ്കെടുക്കണം എന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ വരേണ്ടി വന്നു നല്ല വരാൻ വേണ്ടി തീരുമാനം എടുക്കുകയും ചെയ്തു. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. എയർ ഇന്ത്യ ആയിരുന്നു ഫ്ലൈറ്റ്. ദുബായ് ടു കോഴിക്കോടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് 9-ന് ആയിരുന്നു ഫ്ലൈറ്റിന്റെ ടൈം. ആൻഡ് അറൈവൽ ടൈം 2 മണിയായിരുന്നേ. നല്ല പ്രൈസ് അന്നേ ദിവസം ഉണ്ടായിട്ട് പോലും ആ പെർട്ടിക്കുലർ ഫ്ലൈറ്റ് അന്ന് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടൈമും കാര്യങ്ങളും അത്രയും കൺവീനിയന്റ് ആയി കിട്ടിയതുകൊണ്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ടൈം 5 മണിയായിട്ട് മാറ്റിയതാണ് ഫ്യൂണറലിന്റെ. അതായത് ഈവനിങ് 5-ലേക്ക് ഫ്യൂണറലിന്റെ ടൈം മാറ്റിയതും കൂടിയാണ്. എന്നിട്ട് ഈ 9-ന് സ്റ്റാർട്ട് ചെയ്ത് 2 മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ് എത്തുന്നത് ഈവനിങ് 7:30-ക്കായിട്ട് കാണിച്ചു. അതായത് 5 hours ഡിലേ ആണ് കാണിച്ചേക്കുന്നത്. ഈ 5 hours ഡിലേ ആയതുകൊണ്ട് തന്നെ ഇവർ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. കാരണം പോയിട്ട് കാര്യമില്ല, പങ്കെടുക്കാൻ പോകുന്ന കാര്യം പോയിട്ട് കാര്യമില്ല. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് മെയിൽ അയച്ചപ്പോ റീഫണ്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഒന്നും ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെയാണ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട സമയം മീൻസ് വേണ്ടപ്പെട്ട ചില മൊമെന്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി ഉണ്ടാകുമ്പോൾ ഈ റീഫണ്ട് കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? എയർ ഇന്ത്യക്ക് ആക്ച്വലി എയർ ഇന്ത്യ കോഴിക്കോട് നിന്നും ദുബായിലേക്ക് പോകും, വീണ്ടും ദുബായിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കും അങ്ങനെ ആണ് അതിന്റെ ജേർണി ഉണ്ടായിരുന്നത്. പക്ഷെ അത് കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് അവിടെയും ഡിലേ വന്നു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് എടുക്കാനും ഡിലേ വന്നു. അങ്ങനെ ഒരു ഡിലേ വരുന്നുണ്ടെന്നല്ലേ സ്വാഭാവികമായിട്ടും കുറച്ചൊരു ഇത് വെച്ചിട്ട് എന്താ അവർ ചെയ്യേണ്ടത്? വേറൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള നീഡ്സിന് വേണ്ടിയിട്ടാണ് അവർ ട്രാവൽ ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അല്ലെങ്കിൽ 100,000 കുറ്റങ്ങൾ അവരുടെ തലയിൽ വരുമ്പോൾ അവര് അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരുന്നതിന് വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ അവസ്ഥ? എങ്ങനെ ആളുകൾ അവരെ ധൈര്യമായിട്ട് ചൂസ് ചെയ്തിട്ട് പോരുക? ഓപ്ഷൻ അത് മാത്രം അന്നേരം ആ ഒരു ടൈം കറക്റ്റിന് അവൈലബിലിറ്റി അത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചുതരാം. അവരുടെ മെയിലിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചുതരാം. ഒന്നും ആലോചിച്ച് ചെയ്ത് എന്താ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കാണിക്കുക? ഞാൻ അതിന്റെ തെളിവ് കാണിച്ചു തരാം കേട്ടോ. അവരയച്ചതിന്റെ മെയില്, നമ്മൾ അയച്ചതിന്റെ മെയില്, റിപ്ലൈസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ ഇതിന് വേണ്ടിയിട്ട് വരുള്ളൂ. നമുക്ക് റീഫണ്ട് വേണം, അതല്ല, ഒരു ഓൾട്ടർനേറ്റീവാണ് നമുക്ക് വേണ്ടത് അല്ലെ. റീഫണ്ട് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ഒരു മൊമെന്റിനെ തിരിച്ചെടുക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ. പക്ഷെ അത് നേരെ മറിച്ച് അന്നേരം ഒരു ഓൾട്ടർനേറ്റീവ് അവർ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഇമോഷൻസിന് കുറച്ച് വാല്യൂ ഇല്ലേ? നമ്മൾ ഓരോരുത്തരും അത് ചൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ലോ കോസ്റ്റ് എയർലൈൻ ആയതുകൊണ്ടാണ്, നമുക്ക് ഈസിലി ആക്സസിബിൾ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് വരുമ്പം അവരതിനെതിരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഇനിയും വരുന്നില്ല എന്ന് കാണുമ്പോ എന്തെങ്കിലും ഒരു ഇത് വേണ്ട. ഇപ്പം കുറച്ച് മുന്നേ പ്രശ്നം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴത്തേക്കും വീണ്ടും അതൊന്നും കെട്ടടങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്കും അടുത്തത് ഇങ്ങനെ അവർ കൊണ്ടുവരുമ്പോഴുള്ള ബുദ്ധിമുട്ടാണേ.